നമ്മളൊരു സിനിമ നാളെ റിവ്യൂ ഉണ്ട് എസ് എൽ തിയേറ്ററിൽ, അനുബന്ധമായി ഉടനെ റിലീസ് ഉണ്ടാവും. അത് നമ്മുടെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമായ ഉൾക്കൊണ്ടുള്ള സിനിമയാണ്. മാത്രമല്ല മലയാള സിനിമയിൽ നമ്മളധികം കേട്ട് കേൾവില്ലാത്തൊരു ആഖ്യാന രീതിയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഫോൺ ഫുട്ടേജ് മൂവി എന്ന് പറയും. ഇത് നമ്മളൊരു ഫോൺ ഫുട്ടേജ് ഡോക്യു ഫിക്ഷനാണ്. സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുന്നത് ഒരു എഴുത്തുകാരൻ്റെയും ഒരു സംവിധായകൻ്റെയും അവരുടെ പെർസ്പെക്റ്റീവിൽ അവരൊരു കഥ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫോൺ ഫുട്ടേജ് മൂവി എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് അതിലെ കഥാപാത്രങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അവർ പലപ്പോഴായി റെക്കോർഡ് ചെയ്തിട്ടുള്ള വിഷ്വൽസ്. ഇത് സ്റ്റോറി ഫാക്ടറി എന്ന് പറയുന്ന ഒരു കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള, കൊച്ചിയിലല്ല കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് സിനിമാ പ്രേമികളായ ടെക്നീഷ്യൻസ്, ക്യാമറാമാൻ, എഡിറ്റേഴ്സ്, അങ്ങനെ നിരവധി ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിൽ അഭിനേതാക്കൾ ഉണ്ടായ ഒരു നിർമ്മാണ കമ്പനിയാണ് സ്റ്റോറി ഫാക്ടറി. തൊട്ടു മുന്നേ അവർ കുലസ്ത്രീ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ശേഷം ഒരു ആദ്യമായി ചെയ്യുന്നൊരു ഫീച്ചർ ഫിലിമാണ് ഗ്രീഷ്മ. ശരിക്കും നമ്മുടെ ഗ്രീഷ്മ സംഭവത്തിൻ്റെ സംഭവം എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല, പക്ഷെ അതിൽ നിന്നുള്ള പ്രയോജനം ഉൾക്കൊണ്ടിട്ടുള്ളൊരു പടമാണത്. അപ്പോൾ അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഷാജി ബഷീറാണ്. അതിലെ ആക്ടേഴ്സാണ് മറ്റുള്ള രണ്ടുപേരും. നമ്മുടെ ജിഷ്മയായിട്ട് അഭിനയിക്കുന്ന നായിക പുതിയ പടത്തിനായിട്ട് ഹൈദരാബാദിലാണ്, വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡയറക്ടർ പറയുന്നതായിരിക്കും. നമ്മൾ ഈ ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡിൽ ഒരു ഡോക്യുമെന്ററി പോലെ ശരിക്കും വ്യൂവേഴ്സിന് ഒരു റിയൽ സംഗതി അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലില് ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഒരു കഥ ആ ഒരു ഫീൽഡ് കാണുന്ന തരത്തിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെയുള്ള ഒരു ക്യാരക്ടർ, ക്യാമറ ഇതിനകത്തൊരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇത്തരം സിനിമകൾ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ട്. രാഗിണി MS എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പടങ്ങൾ ഫേമസ് ആണ്. മലയാളത്തിൽ 2 പടം വന്നിട്ടുണ്ട്. വഴിയെ എന്ന് പറഞ്ഞ മുമ്പ് ഒരു പടം, പിന്നെ ഈ അടുത്ത് വളരെ ഫേമസ് ആയ മഞ്ജു വാര്യരൊക്കെ ചെയ്ത സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അതൊരു പരീക്ഷണം പോലെ ഞങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കുറച്ച് സൈക്കോളജിക്കൽ എലമെന്റ്സ് അങ്ങനെയുള്ള സംഗതികളെല്ലാം ചേർത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ ഇത് കൂടുതൽ എന്താ പറയുക, അതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങളിപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും വളരെ ഡിഫറെൻ്റ് ആയിട്ട് മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് നോക്കിയത്. ഒരു ആർട്ടിസ്റ്റിനും അവർ ചെയ്യുന്ന വേഷം എന്താണെന്നോ അവർ ചെയ്യുന്ന സംഭവം സ്ക്രിപ്റ്റ് വായിക്കാതെയാണ് അവർ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ആർക്കും കൊടുത്തിട്ടില്ല. സ്ക്രിപ്റ്റ് കൊടുക്കാതെ ഒരു 10 ദിവസത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അവരെ ഇരുത്തി ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് പോകുന്നത്, അവരുടെ ആ ഒരു സൈക്കോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് അവരെ ആ ക്രൈം ചെയ്യുന്നത് പോലെ തന്നെ ആക്കി പിന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്ത് വരുന്ന അങ്ങനെ ഉള്ള ഒരു മെത്തേഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. സിനിമ കണ്ടാൽ മാത്രമേ അതിന്റെ ഒരു സംഗതി, ആ ഒരു ജേർണി എങ്ങനെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. എന്താണ് ഈ ഫൗണ്ട് ഫുട്ടേജ് ഡോക്യുഫിക്കേഷൻ സിനിമ എന്ന് പറയുന്നത്? ഈ ഫോൺ ഫുട്ടേജ് മൂവീസ് എന്ന് പറഞ്ഞാൽ 1980കളിൽ ലോകവ്യാപകമായിട്ട് പരീക്ഷണം ആരംഭിച്ച ഒരു സിനിമ ടെക്നിക്കാണ്, മേക്കിങ്ങിൻ്റെ ടെക്നിക്കാണ് ശരിക്കും. അത് ഇന്ത്യൻ സിനിമയിലും അതുപോലെ ഒരുപാട് പരീക്ഷണം വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ അത് കുറച്ച് അന്യമാണ് ശരിക്കും. ആൾക്കാർക്ക് ഇപ്പോഴും എന്താണെന്ന് അറിയത്തില്ല. അത് ഫോൺ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള ഒരു ആഖ്യാന രീതിയാണ്. നമ്മുടെ മലയാള സിനിമയിൽ 1-2 സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷേ അത് പൂർണ്ണമായും ഫോൺ ഫുട്ടേജ് ആണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മുടേത് ഒരു ഫോൺ ഫുട്ടേജ് ഡോക്യു ഫിക്ഷനാണ്. ഒരു ഡോക്യുമെൻ്ററിയുടെ സ്വഭാവമുണ്ട്. പിന്നെ നമ്മളെടുക്കുന്ന ഫുട്ടേജുകൾ കണ്ടെത്തുക, അത് ഫൗണ്ട് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ. അതായത് ആ കഥയിലുള്ള കഥാപാത്രങ്ങൾ, ഒന്നിലധികമോ കഥാപാത്രങ്ങൾ, ആ കഥയുടെ പല ഭാഗങ്ങൾ അവരുടേതായ രീതിയിൽ ചിത്രീകരിച്ച് വീഡിയോഗ്രാഫി ചെയ്ത് ആ ഡോക്യുമെന്റേഷൻ കൊണ്ടുവന്ന് അത് മൊത്തത്തിൽ നമ്മൾ ഒരു കഥയാക്കി കഥയിലെ പല സ്ഥലങ്ങളിൽ കൂട്ടിയിണക്കി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ആഖ്യാന രീതിയാണ് ഫോൺ ഫുട്ടേജ് മൂവി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായും ഒരു ഫോൺ ഫുട്ടേജ് ഡോക്യു ഫിക്ഷൻ എന്ന് പറഞ്ഞ പടം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പടമാണ്. അതാണിപ്പോൾ നമുക്ക് നാളെ അതിൻ്റെ പ്രിവ്യൂ ഉണ്ട്, അടുത്ത റിലീസും ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ എടുക്കാൻ കാരണം? ഇത് ആക്ച്വലി ഇതിൻ്റെ സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനുമാണ് ശ്രീ ഷാജി ബഷീർ. അല്ല, ശരിക്കും ഞങ്ങൾ ചിന്തിച്ചത് ആദ്യം ഒരു എന്താ പറയുക ലോ ബഡ്ജറ്റിലൊരു സിനിമ ചെയ്യാനുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ മെത്തേഡ് ഇതാണ്. കാരണം ഇന്നത്തെ ഹൈ എൻഡ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാതെ അങ്ങനെ നമുക്ക് ചെയ്യാനെന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്.
അപ്പോൾ അങ്ങനെ ആ ഒരു റിസർച്ച് എത്തിപ്പെട്ടത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കഥ പറയാം എന്നുള്ളൊരു ഐഡിയയിലേക്കാണ് എത്തിയത്. അങ്ങനെ വന്നു. അപ്പോൾ അതിനെ പറ്റിയ ആനുകാലിക സംഭവങ്ങൾ നോക്കി. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഹൊറർ, ടെറർ അങ്ങനെയുള്ള സംഗതികളാണ്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ഡോക്യുമെൻ്ററി പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ആനുകാലിക സംഭവം വെച്ച് ചെയ്യാനുള്ളൊരു ഐഡിയയിൽ ഞങ്ങൾ എടുത്തൊരു സബ്ജക്റ്റാണ് ആക്ച്വലി ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ എഴുത്ത് തുടങ്ങിയത്. ആക്ച്വലി എഴുത്ത് കഴിഞ്ഞു. അത് എങ്ങനെയായിരിക്കാം അവർ ഈ ക്രൈം ചെയ്തത്, അല്ലെങ്കിൽ എക്സാക്റ്റ് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷേ അവരുടെ ഒരു മോട്ടീവ് എങ്ങനെയായിരിക്കാം എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ തന്നെ ഒരു സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്ത് വന്നതാണ്. ബട്ട് ഐ കാൺ സേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അതിപ്പോൾ നമുക്ക് എന്താ പറയുക, ജഡ്ജ്മെൻ്റ് ഒക്കെ വന്ന സമയത്ത് പുറത്തു വരുന്ന ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ അതിന് നല്ല സാമ്യമുള്ള രീതിയിൽ കാണുന്നുമുണ്ട്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മേക്കിങ്ങിലേക്ക് വന്നത്. നല്ല വിഷ്വൽസ് കിട്ടുന്നു, അല്ലെങ്കിൽ നല്ല ഓഡിയോ ഔട്ട് വരുന്നു. ഇത് മിക്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത്, എക്സ്ട്രീം ക്ലാരിറ്റി വരുന്ന സമയത്ത് നമ്മൾ തന്നെ അതിൻ്റെ ക്ലാരിറ്റി അടക്കമുള്ള സംഗതികൾ കുറച്ചിട്ട് ഇത് എന്താ പറയുക, നമ്മളൊരു വീഡിയോ നമ്മൾ മൊബൈലിലൊക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സംഗതി വരുന്നത്, ആ തരത്തിൽ റിയലിസ്റ്റിക് ആയിട്ട് ഞങ്ങൾ അതിൻ്റെ ക്വാളിറ്റി കുറച്ച് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്കൊക്കെ വന്നിട്ടാണ് അതിൻ്റെ ഒരു സംഗതി വന്നിരിക്കുന്നത്. സോ അതൊക്കെ കൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് ആക്ച്വലി. പ്ലാൻ ചെയ്ത് അൺപ്ലാൻഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് പോലെയാണ് എടുക്കേണ്ടത്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഈസ് ആക്ച്വലി ഡിഫിക്കൽട്ട്. ബട്ട് എന്താ പറയുക, ഈ പറഞ്ഞ ബഡ്ജറ്റ് ആസ്പെക്ട് നോക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സിനിമ ചെയ്യാം എന്നുള്ളത് പ്രൂവ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ സിനിമ ചെയ്യാന്ന് കരുതിയത്. ആദ്യത്തെ പടം അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത്. മഞ്ജു വാര്യരുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഫൗണ്ട് ഫുട്ടേജ്. അതിൽ നിന്നൊരു ഐഡിയ കിട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ. ഒരിക്കലുമല്ല. ആക്ച്വലി അത് ഞങ്ങളുടെ പടം അനൗൺസ് ചെയ്യാൻ ലേറ്റ് ആയതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് നോക്കി വന്നപ്പോൾ മുമ്പൊരു പടം ആദ്യം ഒരു 2022 സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് രാഗിണി മംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഞങ്ങളുടെ പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഫാക്ട് അവരുടെ അനൗൺസ്മെന്റ് തന്നെ നമ്മൾ പുറത്ത് വന്നത്. ബട്ട് നമുക്ക് എഡിറ്റിങ്ങിലടക്കമുള്ള കുറേ കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് സിനിമ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത്തരം സംഗതികൾ വേണ്ടി വന്നു. പിന്നെ ഒരു AI ടൂൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മൾ ഒരു 6 മിനിറ്റ് ലെങ്തിൽ AI മാത്രം ഉപയോഗിച്ചു. VFX ഒന്നുമല്ല, AI. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ടൂളിൻ്റെ അപ്ഡേറ്റ് വരാനുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വന്നതിന് ശേഷം ഇറക്കാൻ വേണ്ടി നിന്നപ്പോൾ നമ്മുടെ സിനിമ കുറച്ച് തള്ളിപ്പോവുകയും അത് നേരത്തെ റിലീസാവുകയും ചെയ്തു. അങ്ങനെയാണ് ആ സംഭവം. അത് അതിൽ നിന്ന് ഉള്ളൊരു പ്രചോദനമൊന്നുമല്ല. ശരി, AI നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിനു മുന്നേ മലയാളത്തിൽ AI വെച്ചിട്ട് വേറെ ഏതെങ്കിലും സിനിമകൾ വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു സംഗതി ഇതുവരെ വന്നു. VFX ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ അറിവിൽ AI ഉപയോഗിച്ചിട്ട്, AIയിൽ പ്രോംപ്റ്റ് കൊടുത്ത് ഒരു സീന്, അതിന് വേണ്ട പ്രോംപ്റ്റ് കൊടുത്തിട്ട് ക്യാമറ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ലുക്സോ വെച്ചിട്ട് അങ്ങനെ ഒരു സംഗതി വന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ നോളജ്. ഞങ്ങൾ നോക്കിയ ഒരു റിസർച്ചിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 മിനിറ്റ് സ്ട്രെയിറ്റ് ഒരു സീന്, 6 മിനിറ്റ് സ്ട്രെയിറ്റ് സീന് അതും ചെയ്തിരിക്കണം. ഞങ്ങളത് ഷൂട്ട് ചെയ്തിട്ട് അത് AI മാറ്റി കൺവേർട്ട് ചെയ്ത് ഞാൻ പ്രോംപ്റ്റ് കൊടുത്ത് ക്യാമറ മൂവ്മെന്റ്സ് അടക്കമുള്ള സംഗതികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ വന്ന ഒരു പടം വന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. ഞങ്ങളുടെ നോളജിൽ ഞങ്ങൾക്ക് അറിയില്ല വേറൊരു സിനിമ അങ്ങനെ വന്നിട്ടുള്ളത്. സിനിമയിൽ എത്തിപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് എടുത്ത ഒരു സിനിമയാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം പേര് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഡെഫിനറ്റ്ലി ഒരു സിനിമ വരുമ്പോൾ അതിനകത്ത് ഒരു റൈറ്റർ, ഒരു ഡയറക്ടർ, പിന്നെ കുറച്ച് ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, അത് ലിമിറ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ആൾക്കാരിൽ എല്ലാവരെയും തന്നെ നമ്മൾ പുതിയ ആൾക്കാരെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മാക്സിമം ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കഥയായിട്ട് ഇദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് അദ്ദേഹം എൻ്റെ ഒരു മെൻറ്ററും കൂടിയാണ്. ഞാൻ ആ സ്ക്രിപ്റ്റുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞു, എക്സൈറ്റ് ആയിക്കൊള്ളാം, നല്ല രസം ഉണ്ടായത്, ഇങ്ങനെ ഒരു രീതിയിൽ പുതിയൊരു സിനിമ വരുന്നത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളി അന്ന് മുതൽ സപ്പോർട്ട് ചെയ്യുക. ഇൻഫാക്ട് ഈ സിനിമയിൽ ഞാൻ ആദ്യം ഇത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ഈ സിനിമയിൽ താങ്കൾ അഭിനയിക്കുകയാണെങ്കിൽ താങ്കളുടെ വോയിസ് ആയിരിക്കും പോകുന്നത്, മുഖം കാണാൻ സാധ്യതയില്ല. പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം, മുഖം വന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഈ സിനിമ കൊള്ളാം, ഇത് വരട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതുമുഖങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വോയിസ് തരാം. പിന്നെ മോസ്റ്റ് ഓഫ് ദി എന്താ പറയുക വിഷ്വൽസ് വന്നിരിക്കുന്ന പോലെ പുള്ളിയുടെ ഷോൾഡർ വെച്ചിട്ടാണ്. വെറും ഷോൾഡർ വെച്ച് മാത്രം അഭിനയിക്കാൻ തയ്യാറായിട്ട് ഒരു ആർട്ടിസ്റ്റ്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് പ്രചോദനമാണ്. പിന്നെ ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. നമ്മളിങ്ങനെ തുടങ്ങുന്നു. ഇത് കണ്ടിട്ട് ഇനി ഈ വഴി ആർക്കെങ്കിലും, ഇപ്പം എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, എനിവൺ ക്യാൻ ഡു സിനിമ ഇഫ് യു ലവ് സിനിമ. അപ്പോൾ അതിന് ഉള്ള വഴികൾ നമ്മൾ കണ്ടെത്തിയാൽ മതി. ഇന്നത്തെ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട്, ഈവൻ മൊബൈൽ ഫോൺസ് വെച്ചിട്ടാണെങ്കിലും ശരി,
നമുക്ക് സിനിമ ചെയ്യാം എന്നുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ നമ്മൾ വഴി നോക്കി നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടേതായ വഴി കണ്ടെത്താൻ കഴിയും എന്നാണ് ഞങ്ങളിതിൽ പ്രൂവ് ചെയ്യുന്നത് ആക്ച്വലി. നമ്മുടെ ഒരു സിനിമാ സങ്കല്പം എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഫോർമാറ്റും ഫോർമുലയും ടേക്കിങ്സും ഒക്കെ പണ്ട് മുതലേ ക്ലോസപ്സ്, സാക്ഷൻ ഷോട്ട്, മിഡ് ഷോട്ട്, ഓവർ ഷോട്ട് എന്നൊക്കെ പറയും കുറേ ഷോർട്ട്സിൻ്റെ ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പം ഒരു ആക്ടറുടെ പെർഫോമൻസ് കുറച്ച് മോശമായിട്ട് തോന്നിയാൽ അയാളുടെ ഓപ്പോസിറ്റ് ആക്ടർ ബെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഷോൾഡർ അയാളെ നല്ലതായിട്ട് അഭിനയിക്കുന്ന ആളുടെ മുഖം വെച്ചിട്ട് മറ്റേയാളുടെ ബാക്ക് ഷോട്ട് വെച്ചിട്ട് എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അഭിനയം ശരിയല്ല. അപ്പോൾ എൻ്റെ പോർഷൻസ് എല്ലാം വന്നേക്കുന്നത് എൻ്റെ ഷോൾഡർ വെച്ചിട്ടാണ്. അതെൻ്റെ അഭിനയം മോശമായതുകൊണ്ടല്ല, ശരിക്കും ഇതിൻ്റെ ടെക്നിക്ക് അങ്ങനെയാണ്. ഇദ്ദേഹം റെക്കോർഡ് ചെയ്ത വിഷ്വൽസ്, ഞാൻ റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ആയതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അല്ല, അത് ഞാനത് ചെയ്തിട്ട് ശരിയാകാത്തതുകൊണ്ട് ക്യാമറയുടെ ബാക്കി വെച്ചാന്ന് വിചാരിക്കണമെന്ന് പറയാം. ഇദ്ദേഹം റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇന്ററോഗേഷൻ സെഷൻ, അതാണ് ഇതിന്റെ മെയിൻ. വേറൊരു പാറ്റേൺ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്, ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ് കാണുന്നത്. പിന്നെ എപ്പോഴും സിനിമ കാണുമ്പോൾ നമുക്ക് അധികം തലച്ചോറ് ഉപയോഗിക്കേണ്ടത്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുകയാണ് പുസ്തകം വായിക്കും. സിനിമ കാണുമ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല, ആസ്വാദനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ഈ സ്റ്റോറി ടെല്ലിങ്ങിൽ ഞങ്ങൾ അതുകൂടെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോറി കാണുന്ന ആളുകൾ ഡെഫിനറ്റ്ലി നമ്മളിത് കഥ പറഞ്ഞു പോകുന്ന സമയത്ത് അവർ വിഷ്വലൈസ് ചെയ്യണം, അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് വേണം. അങ്ങനെയും കൂടെ ഉള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇത് ഇങ്ങനെ ഈ ഒരു ആഖ്യാന രീതി എടുത്തിട്ടുള്ളത്.